മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹിന്ദു ധർമ്മത്തില് വളരെ വ്യക്തമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് മതപണ്ഡിതരോ ആത്മീയ നേതാക്കന്മാരോ വിവരിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. ഭഗവത്ഗീതയിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതിരഷ്ടത. പ്രകൃതി എന്ന് പറയുന്നത് 8 ഭാവം. പ്രകൃതി എന്ന വാക്കിന്റെ അർത്ഥം പുരായത്കൃതം തത് പ്രാകൃതം. അതിൽ നിന്ന് പ്രകൃതി ഉണ്ടായി. വളരെ പണ്ടുമുതൽക്കുള്ളതിനെയാണ് പ്രകൃതി എന്ന് പറയുക. അതായത് പ്രകൃതിയാലുള്ള സ്വഭാവമാണെന്ന് പറഞ്ഞാൽ ജന്മനാലുള്ള സ്വഭാവമാണ്. അതില് പൃഥിവി, അപ്പ്, തേജ, വായു, ആകാശം പഞ്ചഭൂതങ്ങൾ പെടും. ഭൂമി, രാപോ, അനലോ, വായു, ഘം ആകാശം, മനോ മനസ്സ്, ബുദ്ധി അഹങ്കാരം. മനോബുദ്ധിയുടെ അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് വെച്ചാൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അഹങ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന അഹങ്കാരം അല്ല. അഹം എന്ന ബോധത്തെ ഉണ്ടാക്കുന്നതേതോ അത് അഹങ്കാരം. ഈ 8 എണ്ണമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയാണ് ഈ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ പ്ലസുകളും മൈനസുകളും ബാലൻസ് ചെയ്യിക്കുന്നത്. നല്ലോണം അറിയണം, ബാലൻസ് ചെയ്യിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇതിനെല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നൊരു ഈശ്വരനുണ്ട്. അത് നമ്മളതിനെ പ്രപഞ്ച ചൈതന്യം എന്ന് പറയും. ഇതിന്റെ അർത്ഥം എന്താ അറിയോ? മുല്ലപ്പൂവ് എന്ന് പറയുന്നത് ഒന്ന്, അതിന്റെ സുഗന്ധം എന്ന് പറയുന്നത് വേറൊന്ന് എന്ന് വിചാരിക്കുക. മുല്ലപ്പൂവിൽ സുഗന്ധം ഇരിക്കുന്നു. സുഗന്ധമില്ലാതെ മുല്ലപ്പൂ ഉണ്ടാവാം, പക്ഷെ അന്ന് അതിന് പ്രാധാന്യം ഉണ്ടാവില്ല. ഈ ശരീരം ഇതിന്റെ ആത്മാവ്. അപ്പൊ ആത്മാവ് എന്നുള്ളതുണ്ട്, ശരീരം എന്നുള്ളതുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, വിവരിക്കാൻ സാധിക്കുന്നതെല്ലാം പ്രകൃതിയാണ്. കാണാനും വിവരിക്കാനും സാധിക്കാത്തതാണ് ചൈതന്യം എന്ന് പറയുന്നത്. യതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ഈ ചൈതന്യത്തെ മനനം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളത് കൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. ഇപ്പോ ഓർമ്മിക്കാനുള്ള ഒരു കാര്യം, ഈ പ്രകൃതി എന്ന് പറയുന്നതും ഈശ്വരൻ എന്ന് പറയുന്നതും, ഈശ്വരൻ സാധാരണക്കാരന്റെ ഭാഷയിൽ ഞാൻ ഉപയോഗിച്ചതാണ്. പരമാത്മ ചൈതന്യം എന്നാണ് ഉപനിഷത്ത് ഭാഷയിൽ പറയുക. ഇതിൽ ഭഗവത്ഗീതയിൽ വേറൊരിടത്ത് ശ്രീകൃഷ്ണൻ പറയുന്ന നല്ലൊരു വരിയുണ്ട്. മയാ അധ്യക്ഷേണ പ്രകൃതി സ്തൂയസേത ചരാചരം. ഈ പ്രകൃതി എന്റെ അധ്യക്ഷതയിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അഗാധമായ അർത്ഥമാണ് അതിനുള്ളത്. പ്രകൃതി ചെയ്യുന്ന, പ്രകൃതി ബാലൻസ് നിലനിർത്തുന്നത് ഈശ്വര ചൈതന്യത്തിന്റെ അധ്യക്ഷതയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സെമിനാർ നടക്കുകയാണ്, സമ്മേളനം നടക്കുകയാണെങ്കിൽ എത്രയോ ദിവസത്തെ, ആഴ്ചത്തെ, മാസത്തെ പ്രവർത്തനം കൊണ്ട് സംഘാടകരാണ് സമ്മേളനം നടത്തുന്നത്. സമ്മേളനം തുടങ്ങി തീരുന്നത് വരെ ഒരു അധ്യക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ അധ്യക്ഷന്റെ റോൾ എന്താ? ഈ സമ്മേളനത്തെ കൺട്രോൾ ചെയ്യൽ പോലുമല്ല, സാക്ഷിഭാവത്തിലിരിക്കല്. ഈ സമ്മേളനത്തെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സംഘാടകരെ കൺട്രോൾ ചെയ്യുന്നത്. രജിസ്ട്രേഷനും അവിടെ ഇരിക്കുന്നതും ഫാൻ അറേഞ്ച് ചെയ്യലും അവർക്ക് ചായ അറേഞ്ച് ചെയ്യലും ഭക്ഷണം അറേഞ്ച് ചെയ്യലും ഒന്നും അധ്യക്ഷനല്ല. എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സംഘാടകരാണ്. പക്ഷെ അധ്യക്ഷൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എല്ലാവരും നിന്നേ പറ്റൂ. അധ്യക്ഷൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നേ പറ്റൂ. അധ്യക്ഷന് സാക്ഷിഭാവത്തിൽ ഒരു റോളുണ്ട്. സർവ്വതിൻ്റെയും ആധാരം എന്ന് വേണമെങ്കിൽ പ്രിന്റഡ് നോട്ടീസിൽ പറയാം. ഇപ്പോൾ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷൻ ഒരു സമ്മേളനം സംഘടിപ്പിച്ചവര്, സമ്മേളനം സംഘടിപ്പിക്കുന്നത് ദിവസത്തെ, മാസത്തെ വർക്ക് കൊണ്ടാണ്. പ്രകൃതി എന്ന് പറയുന്നത് സമ്മേളനം സംഘടിപ്പിച്ചവർക്ക് തുല്യമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് അധ്യക്ഷന് തുല്യമാണ്. മയാ അധ്യക്ഷേണ. ഈശ്വര ചൈതന്യത്തിന്റെ അധ്യക്ഷതയിൽ പ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനാ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത്? ഞാൻ ഏത് കർമ്മം ചെയ്താലും
എന്നെ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ഈശ്വരനല്ല, പ്രകൃതിയാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. Whenever the system in equilibrium is disturbed, the God will adjust itself in such a way that effect of the disturbance will be nullified എന്നല്ല പറഞ്ഞിരിക്കുന്നത്. Whenever the system in equilibrium is disturbed, ഒരു സന്തുലിതാവസ്ഥയിലുള്ള സിസ്റ്റത്തിന് സന്തുലിതാവസ്ഥ മാറിയാൽ ആ സിസ്റ്റം തന്നെത്താനെ പ്രവർത്തിക്കും. ആ സിസ്റ്റം തന്നെത്താനെ പ്രവർത്തിക്കാം. അത് ഈശ്വരനല്ല പ്രവർത്തിപ്പിക്കുന്നത് അതിനെ കൊണ്ട്. നമ്മളുടെ ബോഡിയിൽ 37.3 ഡിഗ്രി സെന്റിഗ്രേഡ് നിൽക്കുന്നില്ലേ തെർമോസ്റ്റാറ്റിക് അറേഞ്ച്മെന്റ്? നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെത്താനൊരു ബാലൻസിങ് ഇല്ലേ? വിശക്കുകയാണെങ്കിൽ, വയറ്റിലൊന്നുമില്ലെങ്കിൽ വിശപ്പെന്ന വികാരം, വെള്ളം ആവശ്യമാണെങ്കിൽ ദാഹിക്കുന്നു എന്ന വികാരം, ശരീരം ക്ഷീണിച്ചാൽ ഉറങ്ങണമെന്ന തോന്നൽ, ഇതെല്ലാം ശരീരത്തിനകത്ത് തോന്നിക്കല്ലേ? പ്രകൃതിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണത്. ഈ ശരീരമാണ് പ്രകൃതി, ജീവാത്മാവാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കിൽ ഉപയോഗിച്ച ഈശ്വരൻ, പരമാത്മ ചൈതന്യത്തിന്റെ ഭാഗം. ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത് ദൈവഭയം. അങ്ങനെ ഒരു വാക്കില്ല, ഹിന്ദു ധർമ്മത്തിലില്ല. ഗോഡ് ഫിയറിംഗ് എന്നൊരു വാക്കില്ല. ഞാൻ കാനഡയിൽ 1 വർഷം വർക്ക് ചെയ്തിരുന്നപ്പോൾ എൻ്റെ പ്രൊഫസർ ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യനാണ്. ആ പെന്തക്കോസ്ത് ക്രിസ്ത്യൻ എന്നെ പരിചയപ്പെടുത്തുന്നത് ദിസ് ഈസ് ഡോക്ടർ ഗോപാൽ, ഹീസ് എ ഗോഡ് ഫിയറിംഗ് മാൻ എന്നാണ്. ഞാൻ പറയാറുണ്ട്, ഐ ആം നോട്ട് അഫ്രൈഡ് ഓഫ് ഗോഡ്. വൈ ഷുഡ് ബി ഐ അഫ്രൈഡ് ഓഫ് ഗോഡ്? ഞാൻ ദൈവത്തിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കള്ളത്തരം ചെയ്യാത്തിടത്തോളം ഞാൻ ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു? മാത്രമല്ല വേറൊന്നുകൂടിയുണ്ട്. ഒരാള് പോലീസിനെ ഭയപ്പെടുന്നു എങ്കിൽ അയാൾ കള്ളത്തരം ചെയ്തുകൊണ്ടാണ് പോലീസിനെ ഭയപ്പെടുന്നത്. അപ്പൊ അയാള് കള്ളത്തരം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ പോലീസിനെ കാണുമ്പോൾ ഓടേണ്ട കാര്യം എന്തിരിക്കുന്നു? അയാൾ ഇതിന് ഭയപ്പെടണം. അപ്പൊ യഥാർത്ഥത്തില് ഗോഡ് ഫിയറിംഗ് മാൻ എന്ന വാക്കേ നമ്മുടെ ഇതിലില്ല. ദൈവഭക്തി ആവശ്യം. കാരണം നമ്മളെയും പ്രകൃതിയെയും നിയന്ത്രിക്കുന്ന പരിമിതിയില്ലാത്ത ഒരു ശക്തിയെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ജീവിതത്തിൽ വളരെയധികം കംഫർട്ടായിരിക്കും. ഈ ബാങ്കിലെ ജോലിക്കാർക്കും മാനേജർക്കും ചീഫ് മാനേജറും മുകളിലുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അദ്ദേഹം ഉണ്ടല്ലോ എന്നുള്ളതാണ്. ഒരു ലാബറട്ടറിയിൽ ഡയറക്ടർ ഉണ്ടെങ്കിൽ താഴെക്കിടയുള്ളവർക്ക് വലിയ സമാധാനമാണ്. എന്താ കാരണം അറിയോ? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡയറക്ടർ ഉണ്ട്. അപ്പൊ ആ ഡയറക്ടർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇയാളെ കുറെ കൂടി കംഫർട്ടബിളും കോൺഫിഡന്റും ആക്കുന്നത്. ഇപ്പൊ ഏത് പേപ്പർ എഴുതുമ്പോഴും ഡയറക്ടറുടെ പേരിലാണ് എഴുതുക. ലീവ് എഴുതുന്നത് പോലെ ഡയറക്ടറാണ്, പക്ഷെ ലീവ് ഡയറക്ടറുടെ അടുത്തേക്ക് പോവുകയില്ലായിരിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നും ഓർമ്മിക്കാനുള്ളത് പ്രകൃതി എന്ന് പറയുന്നതും പരമാത്മ ചൈതന്യം എന്ന് പറയുന്നതും ഇത് ഭാരതീയ വീക്ഷണത്തില് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏത് കർമ്മത്തിന്റെയും ഫലവും പ്രതിഫലവും അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും അത് ഈ പ്രകൃതിയാണ് തരുന്നത്. അതിന് ഈശ്വരനുമായിട്ട് ബന്ധമില്ല. ഈശ്വരൻ ഇതിന്റെ സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ഒരു ചൈതന്യം. ഇപ്പൊ ഞാൻ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ പ്രകൃതിയാണ് എന്റെ ചെയ്തിയെ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഈശ്വരനല്ല, അത് പ്രകൃതിയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഞാൻ ആരെ വഞ്ചിച്ചാലും അതിന് ഈശ്വരൻ പ്രതികാരം ചെയ്യുന്നുള്ള പദം തെറ്റാണ്. പ്രകൃതി അതിന് വേണ്ടത് ചെയ്യും. ഈ പ്രകൃതിയാണ് ഞാൻ ചെയ്യുന്ന നന്മയ്ക്കും തിന്മയ്ക്കും റിസൾട്ടും പണിഷ്മെന്റും റിവാർഡും പണിഷ്മെന്റും എല്ലാം തരുന്നത്. അതുകൊണ്ട് ഭാരതീയ വീക്ഷണത്തിൽ പ്രകൃതി എന്ന് പറയുന്നത് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിലെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തന്നെയാണ്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരതാഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതാത് കാലത്ത് സംഭവിക്കേണ്ടത് സംഭവിക്കും. ഈശ്വരൻ സംഭവിപ്പിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ധർമ്മം തളരുമ്പോൾ അധർമ്മം വളരുമ്പോൾ നന്മ ചെയ്യുന്നവർക്ക് തിന്മയുണ്ടാവുമ്പോൾ തിന്മ ചെയ്യുന്നവർ വളരുമ്പോൾ സംഭവാമി കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് സംഭവിച്ചോളും. അത് പ്രകൃതിയുടെ ഡ്യൂട്ടിയാണ്. അഹം സംഭവാമി, ഞാനത് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നു എന്ന് മാത്രം. എന്ത് രസകരമായിട്ടുള്ള കാര്യം നോക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പ്രിൻസിപ്പാൾ അല്ല ക്ലാസ് എടുക്കുന്നത്, പക്ഷെ സ്കൂളിന്റെ ഉത്തരവാദിത്വം പ്രിൻസിപ്പാളിനാണ്.
എല്ലാ മന്ത്രിമാരും ഓരോ തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി അല്ല തീരുമാനം എടുക്കുന്നത്, പക്ഷെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. ഇന്ത്യ ചൈന ബോർഡറിൽ യുദ്ധം നടക്കുമ്പോൾ മിലിറ്ററിയുടെ ഹെഡ് അവിടെ പോയി യുദ്ധം ചെയ്യണില്ല, പക്ഷെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. വർക്ക് ചെയ്യുന്നത് പട്ടാളക്കാരാണ്. പട്ടാളക്കാരെയും മന്ത്രിമാരെയും എല്ലാം പ്രകൃതിയുടെ സ്ഥാനത്ത് നിലനിർത്താൻ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയെയും പട്ടാള മേധാവിയെയും പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ സ്ഥാനത്ത് നിലനിർത്താം. ഈ രണ്ട് വാക്കുകളും മറക്കരുത്. നമ്മൾ ചെയ്യുന്ന സർവ നന്മ തിന്മകൾക്കും അതിനുള്ള എല്ലാ ആക്ഷനും റിയാക്ഷനും പ്രകൃതിയാണ് തരുന്നത്. അതിൻ്റെ സാക്ഷിഭാവത്തിലാണ് ഈശ്വരൻ. ഈശ്വരനെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതിയെ സാക്ഷി നിർത്തിയിട്ട് പ്രവർത്തിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈശ്വരനെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് തെറ്റായ വഴിയിലേക്ക് പോവില്ല, പ്രവൃത്തി തെറ്റായ വഴിയിലേക്ക് പോവില്ല, ചിന്തകൾ തെറ്റായ വഴിയിലേക്ക് പോവില്ല. അപ്പൊ സാക്ഷി നിർത്തേണ്ടത് ഈശ്വരനെയും പ്രവർത്തിക്കേണ്ടതും പ്രവൃത്തിയുടെ ഫലം തരേണ്ടതും കൊടുക്കേണ്ടതൊക്കെ പ്രകൃതിക്കുമാണ് എന്നുള്ളത് അറിയാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ രണ്ട് വാക്ക്, പ്രകൃതിയും പുരുഷനും. പുരുഷൻ പ്രപഞ്ച പുരുഷൻ, പ്രകൃതി നേച്ചർ. പ്രണാമം, നമസ്കാരം.